നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 21 വെള്ളിയാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയത് UK സർവകലാശാലകൾക്ക് അപ്രതീക്ഷിത ഉത്തേജനം നൽകുമെന്ന ബ്രിട്ടീഷ് കൌൺസിൽ റിപ്പോർട്ട്. ട്രംപിന്റെ ആദ്യ ടൈമിൽ USലെ അന്താരാഷ്ട്ര എൻറോൾമെന്റുകളുടെ എണ്ണം ഓരോ വർഷവും വാർഷികാടിസ്ഥാനത്തിൽ കുറഞ്ഞിരുന്നു. 2019-20 ട്രംപ് പ്രസിഡന്റാകുന്നതിന് മുമ്പുള്ളതിനേക്കാൾ USൽ 50,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കുറവായിരുന്നു. ഇത് ബ്രിട്ടനിലേക്കുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് സാധിക്കും. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ബോർഡർ ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിന് പിന്നാലെ യുവാവ് കൊല്ലപ്പെട്ടു. സുരക്ഷാ പരിശോധനയിൽ അസാധാരണമായ പെരുമാറ്റം കാണിച്ച 27-കാരന്റെ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസാധാരണമായ പെരുമാറ്റം കാണിച്ചതിനെ തുടർന്നാണ് ഇയാളെ തടഞ്ഞതെന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചതായി പോലീസ് വ്യക്തമാക്കി. റഷ്യയുമായുള്ള സമാധാന ഉടമ്പടിയുടെ സാഹചര്യത്തിൽ US പിന്തുണ പരിഗണിക്കാതെ തന്നെ UKയും യൂറോപ്പും ഉക്രൈന് സുരക്ഷാ ഉറപ്പുകൾ നൽകേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് സായുധ സേനയുടെ മുൻ മേധാവി. ന്യായമായ ഒത്തുതീർപ്പ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് തീരുമാനിക്കേണ്ടത് ഉക്രൈനാണെന്നും അമേരിക്ക ഉക്രൈന്റെ പരമാധികാരം ഉറപ്പു നൽകാൻ തയ്യാറായില്ലെങ്കിൽ UKയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും റിട്ടയർഡ് ജനറൽ നിക് കാർട്ടർ അഭിപ്രായപ്പെട്ടു. ഈ ആഴ്ച ആദ്യം പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ US സുരക്ഷാ ഗ്യാരണ്ടിയാണ് റഷ്യയെ ഫലപ്രദമായി തടയാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞിരുന്നു. ഈ അഭിപ്രായത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇംഗ്ലണ്ടിൽ ന്യൂറോ വൈറസ് ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം റെക്കോർഡ് സംഖ്യയിൽ. NHS ഇംഗ്ലണ്ടിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ച പ്രതിദിനം ശരാശരി 1160 രോഗികൾ രോഗം ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. ആഴ്ചയിലെ 22% എന്ന നിരക്കിൽ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ രോഗബാധിതരായ വാർഡുകൾ ഐസൊലേറ്റ് ചെയ്യുകയും വൃത്തിയാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത കാരണം നോറോ വൈറസ് ആശുപത്രികളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ജനുവരിയിൽ പണപ്പെരുപ്പം കുതിച്ചുയർന്നതായുള്ള ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ട് പുറത്ത്. ഡിസംബർ 2.5% പണപ്പെരുപ്പം ജനുവരിയിൽ 3% ഉയർന്നു. ഇത് കഴിഞ്ഞ 10 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഭക്ഷണം, വിമാനയാത്രക്കൂലി, സ്കൂൾ ഫീസ് എന്നീ ഇനങ്ങളിലെ വർധനവാണ് പണപ്പെരുപ്പം ഉയർന്നതിന് കാരണമായത്. കുട്ടിക്കാലത്തെ അന്ധതയുടെ ഏറ്റവും കഠിനമായ രൂപങ്ങളിലൊന്നുമായി ജനിച്ച 4 പിഞ്ചു കുട്ടികളെ ജനിതക ചികിത്സയിലൂടെ അവരുടെ കാഴ്ച പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെട്ട ലണ്ടനിലെ മോർഫീൽഡ് ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ. അപൂർവമായ ഈ ജനിതകാവസ്ഥ അർത്ഥമാക്കുന്നത് ജന്മം മുതൽ തന്നെ കുഞ്ഞുങ്ങളുടെ കാഴ്ച വളരെ വേഗത്തിൽ ഇല്ലാതാക്കുന്നു എന്നാണ്. എന്നാൽ ജീൻ തെറാപ്പി പരീക്ഷണത്തിലൂടെ കാഴ്ചയിൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ സാധിച്ചുവെന്ന് ഡോക്ടർമാർ പറയുന്നു. തെറാപ്പിക്ക് മുമ്പ് ഇരുട്ടും വെളിച്ചവും തമ്മിൽ മാത്രമേ വേർതിരിച്ചറിയുവാൻ കഴിയുമായിരുന്നുള്ളൂ കുട്ടികൾക്ക്. ചികിത്സയ്ക്ക് ശേഷം വരയ്ക്കുവാനും എഴുതുവാനും കഴിയുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നു. പ്രീമിയർ ലീഗിൽ നാളെ ആഴ്സണൽ വെസ്റ്റ് ഹാമിനെ നേരിടും. ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ 53 പോയിന്റുകളോടെ ആഴ്സണൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ്. ലീഗിൽ 1ാം സ്ഥാനത്തുള്ള ലിവർപൂളുമായി 8 പോയിന്റ് വ്യത്യാസമാണ് ഇപ്പോൾ ആഴ്സണലിനുള്ളത്. നാളെ വിറ്റാലിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 5ാം സ്ഥാനക്കാരായ ബോൺമൌത്ത് വോൾസിനെ നേരിടും. വോൾസിനെതിരായ കഴിഞ്ഞ 4 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ 3 ബോൺമൌത്ത് വിജയിച്ചിരുന്നു. പോയിന്റ് ടേബിളിൽ 4 പോയിന്റ് വ്യത്യാസത്തിൽ 9ും 6ും സ്ഥാനത്തുള്ള ചെൽസി ആസ്റ്റൺ വില്ല പോരാട്ടം നാളെ വില്ല പാർക്കിൽ നടക്കും. ബ്രൈറ്റനെതിരെ തുടർച്ചയായ തോൽവികൾ ഏറ്റുവാങ്ങിയ ചെൽസി മത്സരത്തോടെ തിരിച്ചുവരവ് നടത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിന് 6 വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 49.4 ഓവറിൽ 228 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 46.3 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. 129 ബോളിൽ നിന്ന് 101 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉച്ചകോടിയുടെ ഭാഗമാകും. കാക്കനാട് GST കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും മരണത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. സഹോദരിയുടെ ജോലി നഷ്ടമായതിന്റെ മനോവിഷമമാണ്
കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന സൂചനയെന്ന് പോലീസ് അറിയിച്ചു. അടുക്കളയിൽ രേഖകൾ കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും ഡയറി കുറിപ്പുകളും കണ്ടെത്തി. കണ്ണൂർ അഴീക്കോട് വെടിക്കെട്ടിനിടെ അപകടം 5 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് അപകടമുണ്ടായത്. അഴീക്കോട് നീർക്കടവ് മീൻകുന്ന് മുച്ചിരിയൻകാവിൽ തെയ്യം ഉത്സവത്തിലാണ് വെടിക്കെട്ട് അപകടമുണ്ടായത്. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. മലപ്പുറം വൈരത്തൂരിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. 62 വയസ്സുള്ള ആമിനെയാണ് കൊല്ലപ്പെട്ടത്. 35 വയസ്സുള്ള മകൻ മുസമ്മിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് മുസമ്മിൽ. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.